കഴിഞ്ഞ 2 ഓണത്തിനും നമ്മള് സദ്യ ഓർഡർ ചെയ്തത്. പക്ഷെ ഇത്തവണ നമ്മൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. ഞാനാണ് പായസം, സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ബാക്കി എന്റെ നാത്തൂന്മാരൊക്കെ കൂടി ഒപ്പിച്ചു കുറേ കറികളുണ്ടായി. എല്ലാം കാണാൻ തന്നെ എന്താ ഐശ്വര്യമായിരുന്നറിയോ. ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഓണം. പണ്ടൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരുന്നാളിന് മാത്രമേ മുടിയോടെ പറ്റുള്ളൂ. പക്ഷേ ഇല്ലേ, എൻ്റെ ഉമ്മയുടെ പഴയ പട്ടുസാരിയൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് പട്ടുപാടയൊക്കെ തയ്ച്ചു തരും. ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഇതിട്ട് ഇങ്ങനെ കറി അടക്കില്ല. പിന്നെ കുറേ കറികളുള്ള സദ്യ ഒന്നും ആയിരിക്കില്ല. സാമ്പാറും കുറച്ച് എന്തെങ്കിലും ഒലത്തിയതൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ഹിന്ദു സ്റ്റൈലിൽ കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഓണത്തിന് വല്ല ബിരിയാണി, നെയ്ച്ചോറ്, ഇറച്ചിച്ചോറൊക്കെ ആണെങ്കിൽ ഉമ്മ നന്നായിട്ട് ഉണ്ടാക്കും. കുറേയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മാഗസീനിലൊക്കെ റെസിപ്പീസ് വന്നു തുടങ്ങി. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോഴാണ് ഉണ്ടായത്. ഇപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മ എല്ലാവരും ഷെഫാണല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണെങ്കിലും ഓണാകുമ്പോൾ ഉമ്മയുടെ അടുത്തായിരിക്കും. ഞാൻ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു എന്റെ വീട്ടിലേക്ക് ഓണ ദിവസവും നോക്കിയിട്ട്. ഞാനും എന്റെ ഇക്കാക്കന്മാരും ഒരുപാട് പരിമിതികളിലാണ് വളർന്നു വന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മളെ ജീവിത സാഹചര്യം ഒക്കെ മാറി അടിപൊളിയായി. പക്ഷെ ഇന്നിപ്പോ ഉമ്മ കൂടെയില്ല. ജീവിതത്തിൽ എല്ലാം തികഞ്ഞോണ്ടൊരു സന്തോഷം റബ്ബ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ആ ഹാപ്പിനെസ് ഒരു ഇൻകംപ്ലീറ്റ് ആയി. അതുകൊണ്ട് എല്ലാവരും എവറി ഡേ എവറി മൊമെന്റ് എൻജോയ് ചെയ്യുക.